ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ സാമി സൈൻ ആണ് വന്നതിന് ശേഷം സാമി സൈൻ പറയുന്നത് സൗദിയിൽ നടക്കാൻ പോകുന്ന കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് പേപ്പർ-വ്യൂവിനെ പറ്റിയാണ്. അതായത് ആ ഒരു പേപ്പർ-വ്യൂവിൽ IC ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ത്രെഡ് മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ മാച്ചിൽ എന്ത് തന്നെ സംഭവിച്ചാലും സാമി സൈൻ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകും. ഈ ഒരു ലെവലിലൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. അതിനോടൊപ്പം ചാറ്റ് കേബിളിനെയും പറ്റി സംസാരിച്ചിരുന്നു. അതായത് ചാറ്റ് കേബിൾ ചീറ്ററാണ് ഈ ഒരു ലെവലിലെല്ലാം. പിന്നീട് ചാറ്റ് കേബിൾ അവിടെ ആൽഫ അക്കാഡമി ടീമുമായി വന്നു, ഞാൻ ഒരു ചീറ്ററല്ല, അല്ലെങ്കിൽ കൃത്രിമം കാണിക്കുന്ന ഒരാളല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ റസൽമേനിയ സമയത്തെല്ലാം എന്നെ ട്രെയിനിങ് ചെയ്ത് ആ മാച്ചിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്തേനെ. അതുപോലെ തന്നെ ആൽഫ അക്കാഡമിനെ സപ്പോർട്ട് ചെയ്ത കാര്യത്തെ പറ്റിയും എന്നിട്ടും ആൽഫ അക്കാഡമി ടീം മൊത്തം തോറ്റുപോയ കാര്യത്തെ പറ്റിയെല്ലാം ചാറ്റ് കേബിൾ ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് മൊത്തത്തിൽ ചാറ്റ് കേബിൾ നല്ലവനായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നീട് ഓട്ടീസിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ചാറ്റ് കേബിൾ പറയുന്നത് സാമി സൈന്റെ കയ്യിലുള്ള IC ചാമ്പ്യൻഷിപ്പ് സൗദിയിൽ വെച്ച് താൻ വിൻ ചെയ്തുകൊണ്ട് ന്യൂ ചാമ്പ്യൻ ആകും എന്നാണ്. ഈ സെഗ്മെന്റിന്റെ അവസാനം ഇവർക്ക് ഷെഡ്യൂൾ ചെയ്ത മാച്ച് സ്റ്റാർട്ട് ചെയ്തു. സാമി സൈൻ വേഴ്സസ് ചാറ്റ് കേബിൾ ഈ മാച്ച്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൽ ചെയ്തിട്ടുള്ള സ്റ്റോറിയും നന്നായിട്ടുണ്ട്. അതായത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് മാക്സി ഡുപ്രി, അക്കീറോ ടുസാവ, ഓട്ടീസ് ഇവരോടെല്ലാം സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ ചീറ്റ് ചെയ്തുകൊണ്ട് സാമി സൈനെ അറ്റാക്ക് ചെയ്യാനായിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവരതൊന്നും ചെയ്യാത്ത കാരണം അക്കീറോ ടുസാവ ആൻഡ് മാക്സി ഡുപ്രി ഇവരെ രണ്ടുപേരെയും ചാറ്റ് കേബിൾ ബാക്ക് സ്റ്റേജിലേക്ക് വിടുന്നതായിട്ടും അവസാനം ഓട്ടീസിന്റെ മുഖത്തെല്ലാം അടിച്ചുകൊണ്ട് ചാറ്റ് കേബിൾ ദേഷ്യം കാണിക്കും. പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ സാമി സൈൻ ഹെലുവ കിക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ ഓട്ടീസ് ചാറ്റ് കേബിളിന് വേണ്ടിയിട്ട് സാമി സൈനെ റഫറി കാണാതെ കയറി അറ്റാക്ക് ചെയ്യും. ഈ അവസരം ഉപയോഗിച്ച് സാമി സൈനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ചാറ്റ് കേബിളാണ് വിൻ ചെയ്തത്. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ സാമി സൈനോട് ഓട്ടീസ് പോയി മാപ്പ് ചോദിക്കുന്നത് പോലെയും കാണിച്ചിരുന്നു. എന്നാൽ സാമി സൈൻ അതെല്ലാം കേൾക്കാത്തത് പോലെയാണ് പോയത്, അതായത് ദേഷ്യപ്പെട്ടുകൊണ്ട്. അതുപോലെ മെയിൻ ഇവന്റ് സെഗ്മെന്റിനോട് അടുക്കുമ്പോൾ ക്രീഡ് ബ്രദേഴ്സ് ടീമുമായിട്ട് ചാറ്റ് കേബിൾ സംസാരിക്കുന്നതായിട്ടും ആൽഫ അക്കാഡമിനെ ഒഴിവാക്കാൻ പോകുന്നതിന്റെ ചില സൂചനകളും കാണിച്ചിരുന്നു. പിന്നീട് ബ്രോൺ ബ്രേക്കറിന്റെ സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു നോർമൽ റെസ്ലറായിട്ട് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്തു, റിങ്ങിന് പുറത്ത് കൊണ്ടുപോയി മറ്റൊരു സ്പിയർ ചെയ്തു. അതിനുശേഷം റെഫറി ആ ഒരു മാച്ചെല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ബ്രോൺ ബ്രേക്കർ വിൻ ചെയ്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം റോമൻ ചെയ്യുന്നത് പോലെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി മറ്റൊരു സ്പിയറും കൂടി ചെയ്ത് ചെയർ എടുത്തുകൊണ്ട് വന്ന് ഈ റെസ്ലറെ ചെയർ ഷോട്ടും ചെയ്ത് ഇഞ്ചുറി ആക്കി ആംബുലൻസിൽ വിടുന്നതായിട്ടാണ് ഈ സെഗ്മെന്റ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ റോ ജനറൽ മാനേജർ ആഡം പിയേഴ്സും ബ്രോൺ ബ്രേക്കറിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ഇവർ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ആഡം പിയേഴ്സ് ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഈ ടൈപ്പിലാണ്. അതിന് ബ്രോൺ ബ്രേക്കർ കൊടുത്ത റിപ്ലൈ ആഡം പിയേഴ്സിനെ എന്നെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നാണ്. അതായത് കിങ് ഓഫ് ദ റിംഗിൽ ആഡ് ചെയ്യാത്തതിൻ്റെ ദേഷ്യമായിട്ടാണ് ബ്രോൺ ബ്രേക്കർ ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത്. ഇതുപോലെയാണ് ഈ സ്റ്റോറി കൊണ്ടുപോകുന്നത്. അതോടുകൂടി ആ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് അവിടെ വെച്ച് അവസാനിച്ചു. പിന്നീട് വുമൺസിന്റെ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റ് മാച്ചിന്റെ സെമി ഫൈനൽ മാച്ച് നടന്നു. ഇയോ സ്കൈ വേഴ്സസ് ലൈറ വൽക്കേരിയ ഇവർക്ക് തമ്മിൽ. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിരുന്നു. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഏകദേശം 18-19 മിനിറ്റോളം ഈ മാച്ച് നടന്നിട്ടുണ്ട്. മാച്ചിന്റെ പല ടൈമിലും ഇയോ സ്കൈ ഫിനിഷർ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അവസാനം മൂൺസോൾട്ട് ചെയ്യാൻ നോക്കിയപ്പോഴും ലൈറ അത് മാറുന്നതായിട്ടും ശേഷം അവർ ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ ഇയോ സ്കൈ അത് എസ്കേപ്പായി പോകുന്നത് പോലെയും. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇയോ സ്കൈനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ ലൈറ വാൽക്കീരിയ ഇവരാണ് വിൻ ചെയ്ത് ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. പിന്നീട് വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻസായ ആസം ട്രൂത്ത് ഇവരുടെ സെഗ്മെന്റ് നടന്നു. അതായത് ബാക്ക് സ്റ്റേജിലാണ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ മിസ് പറയുന്നത് ഇന്ന് ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ അതിൽ കാർലിറ്റോയും വന്നുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നമ്മൾക്ക് നഷ്ടപ്പെടുമോ ഈ ലെവലിലൊക്കെയാണ് മിസ് ചിന്തിക്കുന്നത്. എന്നാൽ ആ ട്രൂത്ത് പറഞ്ഞത് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ആൻഡ്രേ ദി ജയന്റ് ആ ഒരു റെസ്ലറുമായിട്ട് സംസാരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ മിസ് പറയുന്നത് അദ്ദേഹം 30 വർഷം മുൻപേ മരിച്ചുപോയി എന്നൊക്കെയാണ്. അപ്പോൾ ആർട്ടൂത്ത് പറയുന്നുണ്ട് നീ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ. അതിനുശേഷവും ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് തന്നെയായിരുന്നു. ഇല്യ ഡ്രാഗനോവ് ജെയ്സോടെ കൂടെ തോറ്റ കാര്യത്തെ പറ്റിയെല്ലാം ചോദിച്ചപ്പോൾ ഡ്രാഗനോവ് പറഞ്ഞത് അതൊരു വിഷയമേ അല്ല എന്നാണ്. അതായത് ജെയ്സോടെ കൂടെ തോറ്റതിൽ തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നും. പിന്നീട് ഗന്ധറിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ
അവിടെ റിക്കോഷെറ്റ് വന്നുകൊണ്ട് നമ്മൾക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല, ഈ ഒരു ടൈപ്പിലൊക്കെ പറയും. അതായത് ഇവർക്ക് മുൻപ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാര്യങ്ങളാണോ ഉദ്ദേശിച്ചത്. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ബ്രോൺ ബ്രേക്കർ വന്നുകൊണ്ട് റിക്കോഷെറ്റിനെ അവിടെയുള്ള സാധനങ്ങളുടെ മുകളിലേക്ക് എല്ലാം സ്പിയർ ചെയ്ത് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു സ്പിയർ ഡ്രാഗൻ അവനെ തള്ളി മാറ്റിയിട്ടാണ് റിക്കോഷെറ്റ് ആ സ്പിയർ എല്ലാം വാങ്ങുന്നത് പോലെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മാച്ചിൽ ആഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നവരൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ ബ്രോൺ ബ്രേക്കറെ കാണിക്കുന്നത്. അതിനുശേഷവും ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റ് ഡേ ടീമിനെ കാണിച്ചു. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരും എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഫിൻ ബെലർ ആൻഡ് JD. പിന്നീട് കാർലിറ്റോ അവിടെ വന്നുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതുപോലെ കാർലിറ്റോ ഇന്നത്തെ റോ എപ്പിസോഡിൽ LW ടീമിലുള്ള ഒരാളെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് LW ടീമും തൻ്റെ പിന്നാലെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് കാർലിറ്റോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവര് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, ഈ ഒരു ലെവലിലൊക്കെയാണ്. അതിനുശേഷം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. ടാഗ് ടീം ചാമ്പ്യൻസായ R-Truth ആൻഡ് മിസ് വേഴ്സസ് JD McDanick ആൻഡ് ഫിൻ ബാലർ, ഇവർക്കാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് R-Truthും മിസ്സും ചേർന്നുകൊണ്ട് ജോൺ സീനയുടെ മൂവെല്ലാം ഈ മാച്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ഇവർ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് കാർലിറ്റോ വന്നുകൊണ്ട് ഫിൻ ബാലർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും, പിന്നീട് R-Truth JD McDanickനെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തപ്പോൾ കാർലിറ്റോ കാലെടുത്ത് റോപ്പിൽ വെച്ചുകൊണ്ട് ജഡ്ജ്മെന്റ് ഡേ ടീമിനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ അടുത്ത സെക്കൻഡിൽ R-Truth മിസ്സിനോട് പറഞ്ഞതുപോലെ, അതായത് കഴിഞ്ഞ സെഗ്മെന്റിൽ പറഞ്ഞതുപോലെ, ഒരു റെസ്ലർ ഇവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ബ്രോൺ സ്ട്രോമൻ ആയിരുന്നു. ബ്രോൺ സ്ട്രോം JD McDanickനെ റിങ്ങിന് ചുറ്റും ഓടിപ്പിച്ചു. പിന്നീട് റിങ്ങിലേക്ക് JD കയറിയ അടുത്ത സെക്കൻഡിൽ തന്നെ R-Truth മറ്റൊരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത് ആസം ട്രൂത്ത് ടീമാണ്. അപ്പോൾ സ്ട്രോമൻ വന്നതുകൊണ്ട് ഇന്ന് ഇവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് പോയില്ല, അല്ലെങ്കിൽ ആ ബെൽറ്റും പോയേനെ. പിന്നീട് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ബെക്കി ലഞ്ച്, ലിവ് മോർഗൻ ഇവരുടെ സെഗ്മെന്റ് ആണ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ രണ്ടുപേരും ചാമ്പ്യൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വിൻ ചെയ്യും എന്നൊക്കെയാണ് മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതായത് ലിവ് മോർഗൻ ബെക്കിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെക്കി ലിവ് മോർഗനെ തോൽപ്പിച്ച് സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സെഗ്മെന്റ് മുഴുവനായിട്ടും പറയാമായിരുന്നു, പക്ഷേ ഇതിലിപ്പോൾ ലിവ് മോർഗൻ ഒരു ഹീൽ ടൈം പോലെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നീട് ബാക്ക് സ്റ്റേജിൽ വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ്, കാർലിറ്റോ, അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ഡേ ടീമിലുള്ള എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അതായത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇവർ തോറ്റുപോയ കാര്യത്തെ പറ്റിയെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട്. അതുപോലെ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ JD McDanickനോട് ബ്രോൺ സ്ട്രോമനുമായിട്ട് മാച്ച് വേണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആഡം പിയേഴ്സുമായിട്ട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. ഫിൻ ബാലറിനും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. പിന്നീട് സേവിയർ റൂട്ട്സ്, കോഫി കിസ്റ്റൻ ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ സേവിയർ റൂട്ട്സ് ഇപ്പോൾ മെഡിക്കലി ക്ലിയർ ആണ് എന്നും അതുകൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോഫി കിസ്റ്റൻ അവിടെ നിന്നും പോകും. അതേസമയം കാരിയൻ ക്രോസ് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം കോഫി കിസ്റ്റനോട് കഴിഞ്ഞ റോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സെഗ്മെന്റിൽ സേവിയർ റൂട്ട്സിനോടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരിൽ ഒരാളെ കെരിയൻ ക്രോസിന്റെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നീട് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡർ ഫാറ്റൽ 4-way മാച്ച് നടന്നു. ഈ മാച്ചിൽ ഷെയ്ന ബേസ്ലർ, സൂയി സ്റ്റാർക്ക്, കേഡൻ കാർട്ടർ ആൻഡ് കട്ടാന ചാൻസ്, ഐവി നെയിൽ, മാക്സി ഡുപ്രി, അതുപോലെ ഇയോ സ്കൈ, ഡക്കോടെക്കായി ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ മാക്സി ഡുപ്രിയെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഷെയ്ന ബേസ്ലർ ആൻഡ് സൂയി സ്റ്റാർക്ക് ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്ത് ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഡ്രൂ മാക്കിൻടയറെ കാണിച്ചു. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റുമായിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടാൻ പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ് ഡ്രൂ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞ റോയിൽ ഡ്രൂ മാക്കിൻടയറിനോട് എപ്പോൾ വേണമെങ്കിലും ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാം എന്ന് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് പറഞ്ഞിരുന്നു. അതായത് മെഡിക്കലി ക്ലിയർ ആകുമ്പോൾ മാത്രം. അതുകൊണ്ട് ഡ്രൂ മാക്കിൻടയറിന്റെ പ്ലാൻ മുഴുവനും ഇനി ആ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ടൈപ്പിലാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. അതിനുശേഷം ഇന്നത്തെ റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് മാച്ചാണ് നടന്നത്. ഈ മാച്ച് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുവിധം എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിൻ ഇവന്റ് ജെയ് യൂസോ വേഴ്സസ് ഗന്തർ, ഇവർക്ക് തമ്മിലുള്ള കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ സെമി ഫൈനൽ മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചാണ്. രണ്ടുപേരുടെയും പെർഫോമൻസ് വളരെയധികം നന്നായിട്ടുണ്ട്. മാച്ചിൽ ഗന്തർ ജെയ് യൂസോനെ പവർ ബം എല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ജെയ് യൂസോ അതെല്ലാം കിക്കൗട്ട് ചെയ്തു. അതുപോലെ തന്നെ ജെയ് യൂസോ ഗന്തറിനെ സ്പിയർ എല്ലാം ചെയ്ത് മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ജെയ് യൂസോ വിൻ ചെയ്യുമോ അതോ ഗന്തർ വിൻ ചെയ്യുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ
ഗന്ധർ ജെയ്യൂസോനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് മാച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ജെയ്യൂസോ അതിൽ നിന്നും എസ്കേപ്പ് ആകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അങ്ങനെ സബ്മിഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ റെഫറി ജെയ്യൂസോനെ ചെക്ക് ചെയ്ത് നോക്കും. അതായത് എപ്പോഴത്തെയും പോലെ കൈ പിടിച്ച് മുകളിലേക്ക് പൊന്തിച്ച് നോക്കും. എന്നാൽ ജെയ്യൂസോ പാസ്ഡ് ഔട്ട് ആയതുകൊണ്ട് ഗന്ധർ ഈ മാച്ചിൽ വിൻ ചെയ്തു എന്ന് റെഫറി പറയും. അതിനുശേഷം ഗന്ധറാണ് ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ സ്മാക്ക് ഡൗണിൽ ആര് വിൻ ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ കിങ് ഓഫ് ദ റിങ്ങിൻ്റെ പ്രൊഡിക്ഷൻ നാളെ പറ്റിയാൽ ചെയ്യാം. സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ജെയ്യൂസോനെ ക്ലീനായിട്ട് തോൽപ്പിക്കാതെ ഇങ്ങനെ തോൽപ്പിച്ചതിലും സന്തോഷമുണ്ട്. മൊത്തത്തിൽ ഈ മാച്ച് ഇന്നത്തെ റോ എപ്പിസോഡ് എല്ലാം നന്നായിട്ടുണ്ട്.